നിങ്ങൾ എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലല്ലോ. തെറി പറഞ്ഞ് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആര്യ, തെറി പറഞ്ഞ് ചർച്ച നടത്താൻ ഞാനില്ല. ഇപ്പൊ ഉളുപ്പ് എന്നുള്ള ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറാൻ അനിൽകുമാറിന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറല്ല. എന്താ നിന്റെ വിഷമം? നമുക്ക് നല്ല രീതിയിൽ സഭ്യമായ ഭാഷയിൽ മുന്നോട്ട് പോകാണെങ്കിൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുകയുള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ആ ഉളുപ്പ് കെട്ട വർഗത്തോട് പറയുകയാണ്. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നോട് ഉപയോഗിക്കരുത്. ഞാൻ ഈ ചർച്ച ഇതൊക്കെ എന്ത് ഒരു മിനിറ്റ് ആര്യ, ഞാൻ ക്ലിയർ ഇട്ടെ. ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരെ കാണുന്ന ചർച്ചയിൽ അസഭ്യം പറഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞേ. ആ അസഭ്യം തിരുത്താൻ ആര്യക്ക് തയ്യാറല്ലെങ്കിൽ അനിൽകുമാറിനോട് ചർച്ചയിൽ നിന്ന് പുറത്തു പോകാൻ പറയണം. അത് നിങ്ങൾ പറയാത്തത് കൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒരു സെക്കൻഡ്. ശ്രീ അനിൽകുമാർ, നമുക്ക് ജനാധിപത്യ രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല ആളുകൾ കേൾക്കുകയാണല്ലോ, എല്ലാവരെയും കേൾക്കുകയാണല്ലോ. ഒരു 10 മിനിറ്റ് സമയം എനിക്കറിയാം, ഞാൻ ശരിയാക്കി തരാം. നേതാക്കളാണ് നിങ്ങൾ രണ്ടുപേരും. നല്ല ഭാഷയിൽ സംസാരിക്കാമല്ലോ ഈ വിഷയം. ഉളുപ്പില്ലാത്ത വർഗം എന്നൊരു പ്രയോഗം ഞങ്ങൾക്കെതിരെ നടത്തിയപ്പോ നിങ്ങൾ ഇടപെട്ടില്ല. ഞാനെല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. കുട്ടിക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്മാറുള്ളൂ. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. ഒരു ബോറിനെ സഹിക്കാൻ മറ്റൊരു ബോറിനെ കഴിയും. ശരി, അദ്ദേഹം എന്തായാലും എണീറ്റ് പോയി. ശ്രീ രാജു പി നായർ എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനി താങ്കൾക്ക് തുടരാം. നിനക്കറിയോ ആ പോയ മുതൽ ആരാന്ന്? എന്നാലും നീ എന്നെ ഒറ്റക്കെട്ടിട്ട് മുങ്ങിക്കളഞ്ഞില്ലേടാ മുതലാളിയായിരുന്നു.